ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 യൂണിറ്റാണ്. 9ഉം 10ഉം കൂടെയാണ്. രജപുട്സും രാഷ്ട്രകൂടാസും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതായത് ഈ ഇന്ത്യൻ ചരിത്രത്തില് ഇന്ത്യൻ ചരിത്രം ഇത്രയും പല വിധത്തില് രാജാക്കന്മാർ വന്നുപോയി. അവരുടെ ജനനം, അവരുടെ ക്രോണോളജി, അവർ ഏത് പരമ്പരയിൽപ്പെട്ടതാണെന്നുള്ളതായിരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ പരാമർശിച്ച് പോകുന്നത്. അടുത്തായിട്ട് പറയുമ്പോഴത്തേക്കും അവരുടെ ഗവൺമെന്റ് ഏത് വിധത്തിൽ സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആയിരുന്നോ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആയിരുന്നോ എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. ഇത് കൂടാണ്ട് ഈ സെൻട്രലൈസ്ഡ് ഏരിയ, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് കാരണം, ഒരുമിച്ചിട്ടുള്ള ഗവൺമെന്റ് കാരണം അവർ എവിടെ എത്രത്തോളം പടർന്ന് പന്തലിച്ച് കിടക്കുന്നു, അത് മാത്രമല്ല അവരെങ്ങനെയാണ് അടുത്ത രാജ്യങ്ങളെ കെട്ടിപ്പിടിച്ചത് അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ചത് എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ലെസണിൽ കൂടെ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യം പറയേണ്ടത് രജപുട്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. രജപുട്ടിന്റെ ഈ രജ്പുട്ട് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ സാൻസ്ക്രിറ്റ് റൂട്ട് വേർഡാണ്. രജപുത്ര, രാജാവിന്റെ മകൻ, രാജാവിന്റെ പുത്രൻ, സൺ, രാജാവിന്റെ പുത്രൻ. അതാണ് ഒരു മീനിങ്. അപ്പൊ ഇതില് പ്രകൃതി എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ കൂടെ പറയുമ്പോൾ പല വിധത്തിലുള്ള പേരുകൾ വരുന്നുണ്ട്. രജപുട്ടിന് അർത്ഥം വരുന്നുണ്ട്. റാവട്ട്, രാഹുട്ട, രാഹൽ, രാവൽ, ഇങ്ങനെ വിധവിധമായ പേരുകൾ നമ്മൾ പരാമർശിച്ചു വരുന്നു. ഇതിന്റെ ഓരോ സമയം ഇവരുടെ കൊണോട്ടേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിൽ 7ാമത്തെ സെഞ്ചുറിയിലാണ് കൂടുതലായിട്ടും ആ ലിറ്ററേച്ചറിൽ കൂടെ സൺ ഓഫ് ദ കിങ് അല്ലെങ്കിൽ രാജാവിന്റെ പുത്രൻ എന്ന് കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ആ 7ാം സെഞ്ചുറിയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലാണ്. ഹർഷചരിതന്റെ ബാണഭട്ടയുടെ ഹർഷചരിതനിലും ഇതേ കാലഘട്ടത്തിൽ ഇങ്ങനെ വേറെ ഈ ടേമിനെ അല്ലെങ്കിൽ രജപുട്ട് എന്നുള്ള ടേമിന് ഒരു നോബിൾ ലാൻഡ് ഓൺ ചെയ്യുന്ന ഒരു ചീഫ് എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. കാദംബരിയിലാണെങ്കിലോ കാദംബരിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു രാജാവ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു നോബിൾ അല്ലെങ്കിൽ പ്രഭു അന്നും അങ്ങനെ പറയുന്നു. അവര് രാജാവിനെ അപ്പോയിന്റ് ചെയ്യുന്നു, രാജാവിനെ തിരിച്ചവര് സഹായിക്കുന്നു. രജപുത്ര, അങ്ങനെ വേറൊരു പരാമർശം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സ്ഥലം അവനവന്റെ കൈവശം വെച്ചിട്ടുള്ള ആള്, അല്ലെങ്കിൽ കുറച്ചായ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും കയ്യിൽ വെച്ചിട്ട് രാജാവിനെ സഹായിക്കുന്ന ആള്, അങ്ങനെയും പറയാം. അപ്പൊ രാജരത്നി ഇതിൽ പറഞ്ഞിട്ടുള്ളത് പുസ്തകമാണ് ഞാൻ പറയുന്നത്, ലിറ്ററേച്ചറാണ്. രാജപുത്ര എന്നുള്ള പറയുമ്പോഴത്തേക്കും അവിടെ ലാൻഡ് ഓണർ, എത്ര ലാൻഡ് ആണ് തുടക്കത്തൊട്ട് ഒരു 36 പ്രഭു, രജപുത്ത്, അങ്ങനെ പല വിധത്തിലുള്ള പരാമർശങ്ങളും മീനിങ്ങുമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി 12ാം നൂറ്റാണ്ടിൽ വരുമ്പോഴത്തേക്കും അപരാജിത ഭട്ട പറയുന്നു, ടിപ്പിക്കലായിട്ട് പ്രത്യേകമായിട്ട് ഒരു രജപുത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ അവനവന്റെ കയ്യിൽ സൂക്ഷിക്കുകയും അതിന്റെ ഒരു വില്ലേജ് അല്ല 2-3 വില്ലേജ് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നു. പിന്നെ ഇതിലെ ഇങ്ങനെ ആക്ച്വൽ പിന്നൊരു പരാമർശം എന്താ വെച്ചാൽ രാജാവിന്റെ സ്വന്തം പുത്രൻ, പക്ഷെ വേറെ ഒരു രാജാവിന്റെ സ്വന്തം പുത്രൻ ലോവസ്റ്റ് റാങ്കിങ്, അതായത് ട്രെയിനി എന്ന് വേണമെങ്കിൽ പറയാം, ലോവസ്റ്റ് റാങ്ക് കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്ത് ലാൻഡ് ലോഡായിട്ട് ട്രെയിൻ ചെയ്ത് എടുത്തു വരുമ്പോൾ അപ്പോൾ രാജ്യം ഭരിക്കാനുള്ള ഒരു പേഴ്സണൽ ട്രെയിനിങ്, ഇന്റേണൽ ട്രെയിനിങ് എന്നും വേണമെങ്കിൽ പറയാം. സോ അതാണ് രജപുത്രൻ എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മിലിറ്ററി ചീഫായിട്ട് അല്ലെങ്കിൽ ആർമിയുടെ അധിപനായിട്ട് രജപുത്രനെ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാല് രജപുത്രൻ എന്നുള്ള പേര് വെച്ച ബക്ഷാലി മാൻസ്ക്രിപ്റ്റില് ഹാൻഡ് റിട്ടണില് നോർത്ത് വെസ്റ്റിലുള്ള പ്രോവിൻസിലുള്ള ചംചാന എന്നുള്ള സിന്ധില് 8ാമത്തെ സെഞ്ചുറിയിലാണ് ഇതേപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പരാമർശിച്ച എന്താണ്, ഈ രജപുത്രൻ എന്ന് പറയുന്നത് കുതിരക്കാരനാണ്. കുതിര വാളും
പരിചയം കൊണ്ട് കുതിരമേൽ ഓടിച്ചുകൊണ്ട് കുതിരേനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് രജപുത്രൻ, അങ്ങനെയും പറയുന്നു. അപ്പൊ നമ്മൾ പല വിധത്തിലുള്ള മീനിങ്ങൾ, പല വിധത്തിലുള്ള അതിന്റെ അന്തരാർത്ഥങ്ങളും മനസ്സിലാക്കി കടയുമ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ പ്രതിഹാരാസിൽ പറയുന്നത് ദ ലോർഡ് ഓഫ് ഹോഴ്സസ്, കുതിരയെ മേയ്ക്കുന്നവൻ അല്ലെങ്കിൽ കുതിരേനെ കൺട്രോൾ ചെയ്യുന്നവൻ, കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് സവാരി ചെയ്തുകൊണ്ട് ആർമി ഫൈറ്റ് നടത്തുന്നവൻ, യുദ്ധം ചെയ്യുന്നവൻ, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി മിലിറ്ററിയിൽ എന്താണ് ഇവരുടെ മിലിറ്ററി ഗ്രേഡ്? മിലിറ്ററി ഗ്രേഡിൽ രജപുത്രന്മാരുടെ ലഖ് ഫട്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് വെസ്റ്റേണിലും മാർവാർ റീജിയനില് അസൈൻമെന്റ് ലാൻഡാണ്. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി ഒരുമിച്ച് മേടിക്കുക, അതിന്റെ പെർഫോമൻസ്, അതിന്റെ കൊടുക്കുമ്പോഴത്തേക്കും ഭൂമി നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ രാജാവിന് ഈ ഭൂമി ദാനം കിട്ടിയ ആള് നോക്കേണ്ടത് അവരുടെ പെർഫോമൻസ് ആണ്, മിലിറ്ററി സർവീസ് ആണ്. മിലിറ്ററി സർവീസ് ആർക്ക്? രാജ്യത്തിന്. എങ്ങനെ? ഇപ്പൊ ഞാൻ ഒരു മിലിറ്ററി, ഞാനൊരു നോബിളാണ്, എൻ്റെ കീഴെ ഒരു 10-12 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഓരോ ഏക്കറിന് ഞാൻ ഒരാൾക്ക് സബ്ലെറ്റ് ചെയ്യുന്ന മാതിരി കൊടുക്കും. അവർക്ക് അത് നോക്കി നടത്താൻ, ഇന്നലെയും ഞാൻ പറഞ്ഞു ഇതേ കാര്യം, അവർക്ക് ഒരു ചെറിയ ആളുകൾ ഉണ്ടാമാതിരിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ടുള്ളവരെ വർക്ക് ചെയ്യാനും, വർക്കേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് 12 ഉണ്ടെങ്കിൽ വേറൊരാൾക്കും 25 ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മിലിറ്ററിക്ക്, രാജാവിന് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ യോദ്ധാക്കളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോ സർവീസ് ആണ് റിട്ടേണില് രാജാവിന് കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഫ്യൂഡൽ ചീഫ് റെപ്രസെന്റിങ് ദ സ്റ്റേറ്റ് എന്ന്. അപ്പൊ ഇവിടെ റങ്കാന, ഇവിടെ എന്താ വെച്ചാൽ ഫിഫ് രാജാവിന്റെ ഗ്രാമത്തിനെ സൂക്ഷിച്ച് അതിന്റെ നിയമപരിപാലനം നോക്കി അവിടുത്തെ ടാക്സ് എല്ലാം കളക്ട് ചെയ്ത് അത് രാജാവിനെ ഹെൽപ്പ് ചെയ്യുന്നു. യുദ്ധം വരുമ്പോൾ അത് കാലാൾപ്പടയായാലും കുതിരപ്പടയായാലും അങ്ങേരെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങേർക്കാണ് രണങ്ക എന്നുള്ള ഒരു പേരും കിട്ടുന്നുണ്ട്. ഇനി ക്യാഷ് എൻഡോമെന്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇവിടെ രാജാവ് എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ അധിപൻ. അപ്പോ അങ്ങാര് കൊടുക്കുന്ന ദാനം, ലാൻഡ്, അൺകൾട്ടിവേറ്റഡ് ലാൻഡാണ് കൊടുക്കുന്നത്. അമ്പലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുന്നുണ്ട്, ഇതിൽ കൂടെ അവർക്ക് ഒരു ഗ്രാൻഡും കൊടുക്കുന്നുണ്ട്. അവര് അതിനെ പരിപാലിക്കുക, രാജാവിനെ സഹായിക്കുക. രജപുത്സിന് ക്യാഷ് കൂടെ കൊടുത്തിരുന്നു. ഇത് കൂടാണ്ട് ക്യാഷ് കൂടെ എൻഡോമെന്റ് കൊടുത്തിരുന്നു. കാരണം അവരുടെ സർവീസ്, മിലിറ്ററി സർവീസിന്റെ ബേസ് അത് വെച്ചുകൊണ്ട്. ഇൻ അഡീഷൻ ഇത് കൂടാണ്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് രജപുത്ര അവർക്ക് റവന്യൂ ക്യാഷിലും കൈൻഡിലും ലാൻഡിലും കൊടുത്തിരുന്നു. അപ്പൊ ഇവരുടെ ഈ മിലിറ്ററി സർവീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് കൂടാണ്ട് ഇവർക്ക് ഉണ്ടായിരുന്ന റവന്യൂ, അത് റവന്യൂ വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം എല്ലാ രജപുത്രന്മാരും അല്ലെങ്കിൽ നോബിൾസും പറഞ്ഞ സമയത്തിനുള്ളിൽ അവരുടെ ടാക്സോ അല്ലെങ്കിൽ അവരുടെ റവന്യൂ കറക്റ്റായിട്ട് അടച്ചിരിക്കണം. അങ്ങനെ വന്നില്ലെങ്കിൽ, അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവർക്ക് ഒരു പണിഷ്മെന്റും കൂടെ ചേർത്ത് അടയ്ക്കേണ്ടി വരും. ഇനി രജപുത്ര സൺസ് ആൻഡ് കിങ് ആൻഡ് ഒഫീഷ്യൽസ്, ഞാൻ നേരത്തെ പറഞ്ഞു, രാജാവിന്റെ മകന്റെ രൂപത്തിൽ കാണുന്നു, രാജാവിന്റെ ഒഫീഷ്യലായിട്ട് കാണുന്നു. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ടൈറ്റിൽ കിട്ടുന്നുണ്ടല്ലോ, രാജാവിന്റെ രജപുത്ര എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നുണ്ടോ. ഇത് ആക്ച്വൽ സൺസിനെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. രജപുത്രൻ, രാജാവിന്റെ പുത്രൻ രജപുട്ട് ഒരു പ്രൗഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത് കുറച്ചായിട്ട് ചെറിയ ചെറിയ ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജൂനിയർ ക്ലറിക്കൽ ലെവലിലോ അല്ലെങ്കിൽ ജൂനിയർ ഓഫീസർ ലെവലിലോ കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യാണ് അഡ്മിനിസ്ട്രേഷൻ വഴി. അല്ലെങ്കിൽ അവർക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ രാജാവിന്റെ മരണശേഷം രാജാവിന്റെ മകന് റൂൾ ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടില്ല.
അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും അവർ ട്രെയിനിങ് കൊടുക്കുകയും അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയും അതിൽ കൂടെ അവർക്ക് റോയൽ പിറോഗേറ്റീവ്സ് എന്ന് വെച്ചാൽ റോയൽ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് കിട്ടുന്നു. അതുകൂടാണ്ട് അവർക്ക് ലാൻഡ് കിട്ടുന്നു, അവർക്ക് വില്ലേജ് കിട്ടുന്നു. അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ അതിങ്ങനെ റൂൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ അവരുടെ മക്കൾക്ക് പതുക്കെ മിനിസ്ട്രിയിൽ കയറ്റുന്നമാർ തന്നെ അവർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാല് നല്ല വിധത്തിൽ നല്ലൊരു രാജാവായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. ഇനി ഇവരെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഈ രജപുത്രന്മാരെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഗവർണറായിട്ട് വർക്ക് ചെയ്യുക. അവിടെ നീ കുറെ കാലം വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും. അതായത് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതേമാതിരി കഴിവ് അവർക്ക് അവരുടെ ഐഡിയാസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അവരെ ഗവർണേഴ്സ് ആയിട്ട് അവരെ പല വിധത്തിൽ കൊടുത്തു, ലാൻഡ് കൊടുത്തു, ഇൻകം കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ട ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവരെ ട്രെയിനിങ് ചെയ്യിക്കുന്നു. ഇവിടെ 36 രജപുട്ട് ക്ലാൻസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. 36 ക്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നർത്ഥം. 36 രജപുട്ട് ക്ലാൻസ് ഉണ്ടായിരുന്നു. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോൾ ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് വലിയ ലിസ്റ്റാണ്. അതിനെ നമ്മൾ ചുരുക്കി പറയുമ്പോൾ പൃഥ്വിരാജ്, കുമാരപാലജ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മാർവാറിൽ നിന്ന്. അതേമാതിരി വേറെ ജെയിംസ് ടോഡും, അതായത് ബ്രിട്ടീഷ് ജെയിംസ് ടോഡ്, അവരും ലിസ്റ്റ് എടുത്തുകൊണ്ട് വെർണാക്കുലർ എറേഴ്സോടുകൂടി അവർ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതായത് 36 ക്ലാൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ താഴെ സബ് ക്ലാൻസ്, അതിന്റെ താഴെ സബ് ക്ലാസ്, സബ് ഡിവിഷൻസും ഉണ്ടാകും. ഇനി ഇവരുടെ ഒറിജിൻ എവിടെയാണ്? ഇത് ഡിബേറ്റ് ആണ്. പലരും പലത് പറയുന്നുണ്ട്. ഇവര് അഗ്നികുല, അതായത് രാജാവിന്റെ അഗ്നികുണ്ഡത്തിൽ ഒറിജിൻ ചെയ്തതാണ് രജപുത്ത് എന്ന് വരുന്നു. അത് ചാലുക്യാസ്, പ്രതിഹാരാസ്, പരമാരാസ് ഇവരാണ് അങ്ങനെ ഒരു ഫയറിന്റെ, നമ്മള് രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട് അഗ്നിയിൽ നിന്ന് വരുന്നത് മാതിരി. അതേമാതിരി ഫയർ പിറ്റിൽ വസിഷ്ഠ കൊടുത്തതാണെന്ന് ഒരു ഊഹം. പിന്നെ അഗസ്ത്യ, രാസ, വൈഷവ, അഗസ്ത്യ ഇവരൊക്കെ വേറൊരു സാക്രിഫൈസ് മൗണ്ട് അബൂല് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു. ഇനി ഇവരെ ഡെമൻസ്, ദാസ്യാസ് എന്ന് പറയുന്ന ഡെമൻസ് ആണ്. അവരെന്തിനാ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വെച്ചാൽ സാക്രിഫൈസൽ പിറ്റിൽ, അതായത് ബലി കൊടുക്കുന്ന ഫയറിന്റെ പിറ്റിൽ നിന്ന് 3 വാരിയേഴ്സ്, 3 യോദ്ധാക്കളുണ്ടായി. അവരാണ് പതിഹാര, സോളങ്കി ആൻഡ് പരമാര. പലരും, അതിനാണ് ഞാൻ പറഞ്ഞത് ഡിബേറ്റ് നിട്ടത്. എന്താണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ വിശ്വാസങ്ങളുണ്ട് എന്നാണ് അർത്ഥം. ഇത് കൂടാണ്ട് ബാക്കിയുള്ള വ്യൂസ് എന്താന്ന് വെച്ചാല്, ഇവിടെ BNS യാദവ് പറയുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലും ആ കാലഘട്ടത്തിൽ സോഷ്യൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പലരും പല വിധത്തിലുള്ള ഇക്കോണമി, ധനപരമായ കാര്യങ്ങൾ താഴാണ്ട് തുടങ്ങുന്നു. അതേമാതിരി പുറത്തുനിന്ന് ഇൻവേഷൻസ് വരുന്നു. അപ്പൊ സെറ്റിൽമെന്റ്സ്, ഫോറിൻ സെറ്റിൽമെന്റ്സ് വന്ന് അവര് സ്ഥാപിക്കുന്നു. അപ്പൊ ഇത് പോസ്റ്റ് ഗുപ്തൻ പീരീഡാണ്. പോസ്റ്റ് ഗുപ്തന്മാരുടെ പീരീഡിന് ശേഷമാണ്. സോറി. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഗുപ്തൻ പീരീഡ് കൊളാപ്സ് ആയി പോയത്? ഫ്യൂഡൽ ടെൻഡൻസീസ്, അതായത് രാജാക്കന്മാര് ഒരാളെ ഒരു ഫ്യൂഡൽ ലോർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? ലാൻഡും കൊടുത്ത് അതിനെ ഭരിക്കാനുള്ള പവറും അവരുടെ കൈ കൊടുക്കുന്നു. പവർ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ഞാൻ തന്നെ രാജാവാണ്, അല്ലെങ്കിൽ ഇനി തിരിച്ചു കൊടുക്കാൻ താല്പര്യക്കുറവും കാണുന്നു. അതും ഒരു കാരണമാണ് ഈ ഗുപ്തൻ എംപയറിലും. അതേമാതിരി എല്ലാ എംപയറും നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ ഡിക്ലൈനിൽ വരാനുള്ള, നശിച്ചു പോകാനുള്ള കാരണം ഇതൊന്നാണ്. സർക്കാർ പറയുന്നുണ്ട്, രാജസ്ഥാനിയിൽ അങ്ങേരുടെ ബുക്കില് പല വിധത്തിലെ ലാൻഡ് ഓണർന്ന് മാത്രമാണ് രജപുത്ര എന്ന് പറയുന്നു.
അപ്പൊ ഞാൻ പുസ്തകം എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് തോന്നുന്നു അതായിരിക്കും ഞാൻ അവിടെ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുക. അതേമാതിരി പല ഹിസ്റ്റോറിയൻസും പല ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടാണ് ഈ വ്യൂസിനെ നമ്മൾ എന്താന്ന് വെച്ചാല് ചുരുക്കി പറഞ്ഞാൽ 12ാം സെഞ്ചുറിയിൽ പല വിധത്തിലുള്ള പേരുകൾ നേരത്തെ തുടങ്ങിയപ്പോ തൊട്ട് പല വിധത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ചരിത്രകാരന്മാർ കൊടുത്തിട്ടുണ്ട്. ഇനി റീസെന്റ് ആയിട്ടുള്ള ഉപദേശം എന്താ? BD ചതോപാധ്യ പറഞ്ഞത് ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈമില് ഡിഫറെന്റ് പ്ലേസില് അങ്ങേരുടെ അഭിപ്രായ പ്രകാരം ഓരോ ആവശ്യവും ആൻസിസ്ട്രിയും അനുസരിച്ചിട്ടാണ് പൂർവീകം, അതാണ് ആൻസിസ്ട്രി, ഈ പേര് വരുന്നത്. മെഡീവലായ ഇന്ത്യയില് ലിറ്റററി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മിക്സഡ് കാസ്റ്റ്, അതായത് ഒരു ലാൻഡ് ഹോൾഡിംഗ് ചീഫും അങ്ങേരുടെ ആ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്നതിനെയാണ് പറയുന്നു എന്നാണ് ഏറ്റവും പുതിയതായിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള വ്യൂ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനൊരു പ്രോസസൽ തിയറി എന്നാണ്. അതായത് ഈ പ്രോസസ്സ്, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലാൻ. ഈ ക്ലാന്റെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അച്ഛന്റെ അത് കഴിഞ്ഞ മകന് ശേഷം അച്ഛൻ, സ്റ്റീരിയോ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തമിഴ്നാട്ടില് ചെന്നൈയില് കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ ഇപ്പോ റൂൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്റ്റീരിയോ ടൈപ്പ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കുടുംബക്കാര് കൊണ്ടുപോകുന്നു എന്നുള്ള ലെവലാണ് പ്രോസസ്സിങ്. ആ കാലഘട്ടമാണ്, ഇന്നത്തെ കാലഘട്ടമല്ല, ജനാധിപത്യമല്ല, മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പൊ രാജാവിന്റെ മകനാണ്, മൂത്ത മകനാണ് അടുത്ത രാജാവായിട്ട് വരേണ്ടത്. പക്ഷെ ഒരു രാജാവിന് 5 മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും രാജാക്കന്മാരാകാൻ പറ്റില്ല. അത് നമ്മൾക്ക് മുസ്ലിം റൂളിലും കാണാൻ പറ്റും. പരസ്പരം അടിപിടിയും കൊല്ലലും ഒക്കെ. മൈറ്റ് ഈസ് റൈറ്റ്, ആർക്കാണോ കൂടുതൽ പവർ ഉള്ളത് അവൻ രാജാവാകും. അങ്ങനെയുമുണ്ട്. അപ്പോ ഈ ക്ലാനിന്റെ സിസ്റ്റം, സ്റ്റീരിയോ ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. അതിൽ കൂടെ ക്ലാൻസിലെ രത്നഗിരിയിലും കുമരചരിതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ 36 ക്ലാൻസും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ട്, അതേസമയം ഒരേമാതിരി പോക്കുമുണ്ട്. ഇനി എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നു അല്ലെങ്കിൽ ഒന്ന് മാതിരി തോന്നാനുള്ള കാര്യം അഗ്രേറിയൻ ട്രഡീഷനാണ്. അഗ്രേറിയൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അഗ്രികൾച്ചറൽ എക്കോണമിനെ ബേസ് ചെയ്ത് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് കൃഷിനെ ബേസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ കമ്പാരിസൺ ചെയ്യുമ്പോഴോ ഹിസ്റ്റോറിക് സൈറ്റ്സിൽ നിന്നും മെഡീവൽ ടൈമിലായാലും എല്ലാ പ്ലേസിലും കണ്ടംപററി ആയിട്ടുള്ള എഴുത്തൽ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അപ്പൊ അവിടെയും സെറ്റിൽമെന്റിനെ ബേസ് ചെയ്താണ് പറഞ്ഞു വരുന്നത്. അതേമാതിരി വെസ്റ്റേൺ ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും എക്സ്പാൻഷൻ, ഇവരുടെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ സ്ഥലത്തിനെ വലുതാക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത രാജ്യത്തിലേക്ക്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ പറയാം നേപ്പാൾ, അല്ലെങ്കിൽ നേപ്പാൾ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ചൈന പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകൊണ്ടിരിക്കുന്നു. പതുക്കെ ബോർഡറിൽ കൂടെ അകത്തോട്ട് കയറുക. ഇവിടെ കാണുന്നത് ട്രൈബൽ സെറ്റിൽമെന്റ്സ് ആണ്. ട്രൈബൽ സെറ്റിൽമെന്റ്സ് നോർത്ത് ഈസ്റ്റേൺ കൺട്രിയിലെ ബിൽസ്, പുലികാൾ, സബാറാസ്, ഇവിടേക്കും അവരിങ്ങനെ പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് അവരുടെ കിങ്ഡത്തിനെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനെ വലുതാക്കി, എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുത്. അതൊരു ട്രഡീഷനാണ് രാജാവിന്റെ. അതിനാണ് നമ്മൾ ടെറിട്ടോറിയൽ സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്ഷത്രിയ സ്റ്റേറ്റസ്, എപ്പോഴാണോ ക്ഷത്രിയൻ എന്ന് വെച്ചാൽ യോദ്ധാവ്. അപ്പൊ രജപുട്ട് ക്ലാൻസിന് വലിയ കോളനൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടെയും അവരുടെ സ്റ്റേറ്റസ് ക്ഷത്രിയ എന്ന് വെച്ചാൽ വീരൻ എന്നർത്ഥം. അപ്പോൾ ഹൺസിന്റെ അറ്റാക്ക് ടൈമില് ഇവരെ ഇന്ത്യൻ സൊസൈറ്റി അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ്, അതായത് ഈ ഇവരുടെ ക്ഷത്രിയന്മാർക്ക് ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല മനോബലം ഉണ്ടാവും. മിക്കവാറും എല്ലാ രാജാക്കന്മാരും ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരാണ്. കാരണം ബ്രാഹ്മൺ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 4 വർണ്ണം,
ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മൺസ് അമ്പലങ്ങളിൽ പൂജ ചെയ്യാനും നാട്ടിന് വേണ്ടി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. ക്ഷത്രിയര് രാജാവാണ്, മിക്കവാറും രാജാവായിരിക്കും. രാജാവും രാജാവിന്റെ പരമ്പരയും നെയ്ബർഹുഡിലുള്ള അവരെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവര്, ഫൈറ്റ് ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവര് ആൾക്കാര്. അതേമാതിരി വൈശ്യാസ് എന്ന് വെച്ചാൽ വ്യവസായികള്. ചുരുക്കി പറയാണ് ഞാൻ, വ്യവസായം ചെയ്യുക, കർഷകരാണ് അവര്. ഇന്നലെ ഞാൻ പറഞ്ഞു കർഷകൻ വെള്ള ആളാന്ന്. അപ്പൊ കർഷകനാണ്, വ്യവസായം ചെയ്യുന്നു. വ്യവസായ ഇൻഡസ്ട്രീസ് കൂടെ റവന്യൂ ഗവൺമെന്റിന് കിട്ടുന്നു. ശൂദ്രന്മാർക്ക് 4 പേരെയും ഹെൽപ്പ് ചെയ്യുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ അർത്ഥം. അതാണ് എന്റെ സുസ്ഥം. അപ്പോ ചതോപാധ്യായയുടെ ഒപ്പീനിയനില് ബ്രഹ്മശാസ്ത്ര ഇതിലെ ഓപ്പൺ സ്റ്റേറ്റസിൽ ഇവര് ക്ഷത്രിയ കുലത്തിലേക്ക് എത്തുന്നത് ആ ഭാഗത്താണ്. പൊളിറ്റിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗുർജാറാസ്, ആ ഗുജറാത്ത് പ്രതിഹാര ഏരിയയില്, അതായത് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡില്, ഈസ്റ്റേൺ അല്ല വെസ്റ്റേൺ സൈഡില്, അവിടെയും ഇതേമാതിരി. കാരണം പുറത്തുനിന്നുള്ള ഹൺസിന്റെ അറ്റാക്ക്, നോർത്ത് ഇന്ത്യയിലെ ഹൺസിന്റെ അറ്റാക്ക്, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിൽ കൂടെയുള്ള അറ്റാക്ക് വരുമ്പോൾ എതിർക്കാൻ നമ്മൾക്ക് ശരീരപ്രകൃതി കൊണ്ടും മെന്റലായിട്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ആ ഫൈറ്റ് ആണ് നടന്നത് നമ്മുടെ മഹാഭാരത യുദ്ധം ഉള്ളത്. അപ്പൊ അതിൽ അങ്ങനെ വരുമ്പോൾ റൂളിംഗ് ഫാമിലീസ് തമ്മിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, റൂളിംഗ് ഫാമിലി തന്നെ പരസ്പരം അടിക്കുന്നുണ്ട്. അതിന്റെ ക്ലിയർ എക്സാമ്പിൾ ആണ് മഹാഭാരത യുദ്ധം. ഒരേ അച്ഛന്റെ ഒരേ മക്കളില് അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ പരസ്പരം ഇന്റേണൽ ഫൈറ്റ്സ് ഉണ്ടാവുക. രാജ്യത്തിന് വേണ്ടി, സ്ഥലം, ധനത്തിന് വേണ്ടിയും സ്ത്രീക്ക് വേണ്ടിയും ഫൈറ്റ് നടക്കാറുണ്ട് ലോകത്തിലെ എല്ലാ ഭാഗത്തും. ഇതിന് ഫ്യൂഡേറ്ററി ലെവലിൽ നിന്ന് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റസ്. ഫ്യൂഡലേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫ്യൂഡൽ ലോർഡിന്റെ പൊസിഷൻ. രജപെട്ടിട്ടുണ്ട്, ഞാനിപ്പോ ഒരു ഫ്യൂഡൽ ലോർഡാണ്, എനിക്ക് സ്ഥലം രാജാവ് തന്നിട്ടുണ്ട്, ഞാൻ രാജാവിന് സർവീസ് കൊടുക്കുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തിനാ ഞാനിപ്പോ രാജാവിന് ഇത് കൊടുക്കണേ, ഞാനല്ലേ നോക്കി നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ട് ഒരു തോന്നൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർ പതുക്കെ ഞാൻ മിലിറ്ററിന്റെ അവരുടെ സ്ട്രെങ്തിനെ കൂട്ടുകയും രാജാവിനോട് ഒപ്പോസ് ചെയ്യുകയും റെബല്യസ് ആകുകയും ചെയ്യുന്നു. അതിനാണ് ഫ്യൂഡേറ്ററി ടു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റസ്. ഞാൻ ഇനി മുതൽ നിങ്ങളുടെ ഫ്യൂഡൽ ലോർഡല്ല, ഇത് എന്റെ സ്ഥലം, എന്റെ ആൾക്കാരെ ഞാൻ നോക്കിക്കോളാം, അവർക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം, ഞാൻ ഇൻഡിപെൻഡന്റ് രാജാവായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇതും മാനസികമായിട്ടുള്ള തോന്നലാണ്, മനുഷ്യന്റെ മനസ്സിന്റെ തോന്നലാണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അവിടെ പറയുന്നത്. ഇനി എങ്ങനെയാണ് ലാൻഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നതെന്ന് നോക്കാം. ഈ ലാൻഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അവരുടെ ലെവൽ ഓഫ് എക്കോണമി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി വെച്ചിട്ടാണ്. ഒരു ലാൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഹയർ രാജസ്ഥാനിലാണെങ്കിലും ആൻഡ് ലാൻഡ്, കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞു, ലാൻഡ് ഒരുപാട് കിട്ടും രാജസ്ഥാനില്. പക്ഷെ എന്താ കാര്യം? അവിടുത്തെ ഡെസേർട്ടില് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അതേമാതിരി കോമൺ ആയിട്ട് സാധാരണ പ്രതിഹാര, ചമാന ക്ലാൻസിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഹെറിഡിറ്ററി നേച്ചർ എന്ന് പറയുന്നത് പരമ്പരയായിട്ടുള്ള പണികൾ, അല്ലെങ്കിൽ ലാൻഡിനെ പരമ്പരയായിട്ട് അവർക്ക് കിട്ടുക. ഇത്ര സ്ഥലം, ഇത്ര ഏക്കർ, 10 ഏക്കർ, 100 ഏക്കർ, 1000 ഏക്കർ കൊടുക്കുക. അപ്പൊ അതില് ഇവര് ജീവിച്ചോളണം, ലാൻഡിന്റെ ഡീറ്റെയിൽസ് ചെയ്തോളണം, ഹോൾഡിങ്സിന് നോക്കിക്കൊള്ളണം, രാജാവിനെ സപ്പോർട്ട് ചെയ്തോണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവര് ചില സമയത്ത് സ്വയമേ രാജാവിന്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ഡിക്ലെയർ ചെയ്യും. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യ മനസ്സിന് എത്ര കിട്ടിയാലും മതിയാവില്ല. അത് അങ്ങനത്തെ ഒരു നേച്ചറാണ്, മനുഷ്യന്റെ മനസ്സ് അതാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല, അതുകൊണ്ട് തൃപ്തിപ്പെടൂല. പിന്നെ പൊസിഷൻ, അതായത് ഒരാൾ ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്, മന്ത്രിയായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നു. ഒരു പ്രാവശ്യം ഇരുന്നു പോയി മതിയാക്കി പൊക്കൂടെ? തോന്നില്ല. ഇപ്പൊ ഈ അമേരിക്ക ആയാലും ശരി, കേരളം ആയാലും ശരി, തമിഴ്നാട് ആയാലും ശരി, പദവി, പണം, പദവി, ഇത് രണ്ടും വീക്ക്നെസ് ആണ് മനുഷ്യന്മാർക്ക്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി ഫോർട്ടിഫിക്കേഷൻസ്,
കോട്ടകൾ കെട്ടുക. എന്തിനാ കോട്ടകൾ കെട്ടുന്ന? അവനവന്റെ മിലിറ്ററി പവർ ഒന്ന് കാണിക്കാൻ, പിന്നൊന്ന് അവരുടെ കൺസ്ട്രക്ഷൻ, അവരുടെ രാജ്യത്തിനെ പുറത്തുള്ളവരിൽ നിന്ന് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ ഫോർട്ട് കെട്ടുക. മതിൽ കെട്ടണതിനാണ് ഈ വലിയ ചെറിയ, നമ്മൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ ചെറിയ മതിൽ അതിർത്തി നമ്മുടെ വീടിന് മതിൽ കെട്ടുന്നു. പക്ഷെ ഒരു രാജാവിന്റെ ലെവലിൽ ഒരു വീടല്ലല്ലോ, വലിയ ഏരിയ അല്ലേ കയറുന്നത്. അപ്പൊ അതിനെ ഫോർട്ടാക്കി മാറ്റും, വലിയ തരത്തിലുള്ള ഫോർട്ടുകൾ കെട്ടുന്നു. ഇതിലെ ഡിഫൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തവർ നമ്മളെ ഉപദ്രവിക്കാൻ പാടില്ല. അതേസമയം എൻ്റെ പവർ, ഞാൻ ഈ കോട്ടയന്റെ ഒക്കെ മേലെ, നമ്മുടെ കാലിക്കറ്റിലുണ്ടല്ലോ ബത്തേരിയിൽ കോട്ടയുണ്ട്, അപ്പൊ അതിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ദൂരെ പ്രദേശത്ത് നിന്ന് വരുന്ന ആർമി അറ്റാക്കിനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഈ രാജസ്ഥാന്റെ വൈഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതാണ് ഭയങ്കരമായ ഫോർട്ടുകൾ ഉള്ളത് രാജസ്ഥാനിലാണ്. ഇതിനെ കൺസോൾഡേറ്റ് ചെയ്യുന്ന 10-12 ക്ലാൻസ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് കൂടി അവർ കൺസോൾഡേറ്റ് ചെയ്യുന്നതിനും ഈ ഫോർട്ടിന്റെ മെത്തേഡ് യൂസ് ചെയ്യും. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഫോർട്ട് കെട്ടാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ജോഗ്രഫിക്കലി അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഒരുമിച്ച് നിന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് അവര് കോട്ടയാണ് അതിന്റെ പേര്. ഫോർട്ടിൽ എന്ന് പറഞ്ഞാൽ കോട്ട എന്നർത്ഥം. ഓക്കെ, ഇനി പരസ്പരമുള്ള ക്ലാനിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ രജപുട്ടും അവനവന്റെ റിലേഷൻഷിപ്പ്, സോഷ്യൽ റിലേഷൻഷിപ്പിന് രജപുട്ടൈസേഷൻ എന്ന് പറയാം. അവിടെ മാരേജ് നെറ്റ്വർക്ക് നടക്കും, ഇന്റർ ക്ലാൻ. നമ്മൾക്കൊരു ബ്യൂട്ടിഫുൾ പിക്ചർ ഉണ്ട്, പത്മാവതി എന്ന് പറഞ്ഞിട്ട്. ആ പത്മാവതി പിക്ചറിൽ ഈ രജപുട്ടിന്റെ കല്യാണത്തിനെ പറ്റിയും അവരെങ്ങനെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റിയും പറ്റിയാൽ കാണും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ രജപുത്ത് സ്ത്രീകൾ വേറൊരാൾക്ക് അടിമപ്പെട്ടി കൊടുക്കില്ല. അതാണ് അവിടുത്തെ ഒരു അർത്ഥം. അപ്പോൾ ഒരു രാജാവ് തോറ്റുപോയാൽ ആ ഹാരം എന്നാണ് പറയുക, രാജാവിന്റെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തെ ഹാരം. അപ്പൊ അവിടെയുള്ള ആ രാജാവിന്റെ ആൾക്കാർ ആ സ്ത്രീകളെ മുഴുവനും വിജയിച്ച രാജാവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരെ അവരുടെ അടിമകളാക്കും. അങ്ങനെ വരുന്നതിനെക്കാട്ടി ഭേദമാണ് സ്വയം മരിക്കുക, തീ വെച്ച് മരിക്കുക. ഇത് വളരെ ക്ലിയർ ആയിട്ട് പത്മാവതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവര് ഫോളോ ചെയ്തു പോകുന്നത്. ചിലത് അവർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മതപരമായിട്ടോ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ക്ലാൻ പരമായിട്ടോ അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടത്തിക്കൊണ്ടു പോയിരുന്നു. അതിൽ സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും നോക്കിയും കണ്ടും നെറ്റ്വർക്ക് വലിയ കാര്യമായിട്ട് വന്നു. കാരണം രാജാവിന്റെയും മകനോ മകളോ അടുത്ത രാജാവിന്റെ മകനോ മകളോ അനിയനോ ചേട്ടനോ ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ അവര് റിലേഷൻഷിപ്പായി. ആ റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും ഒരു യുദ്ധം വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലത് വന്നാലും ചീത്ത വന്നാലും ആ റിലേഷൻസ് സ്വന്തമായിട്ടുള്ള ആൾക്കാര് സഹായിക്കുക. അതേമാതിരി വലുതാക്കി എടുക്കുക, നമ്മളുടെ ഏരിയ വലുതാക്കി എടുക്കുക. ഇതായിരുന്നു ഉദ്ദേശം. ഇനി രജപുട്ട് സ്റ്റേറ്റ്സ് ട്രിപാർട്ടി സ്ട്രഗിൾ എന്ന് പറയുന്നത്, ട്രീ എന്ന് വെച്ചാൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇതിവിടെ പറയുന്നത്. പോസ്റ്റ് ഹർഷൻ പീരീഡിലാണ്. എന്ത് വെച്ചാന്ന് വെച്ചാൽ കനൗജ് എന്ന് പറഞ്ഞ സ്ഥലം, നോർത്ത് ഇന്ത്യയിലെ കനൗജ് എന്ന് പറഞ്ഞ സ്ഥലം, അത് ഹർഷന്റെ കൺട്രോളിലുള്ളപ്പോൾ അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഈ ഫൈറ്റ് നടക്കാനുള്ള മൂന്ന് രാജാക്കന്മാരുള്ള ട്രയാങ്കിൾ ഫൈറ്റ്. ഒന്ന് ഗുർജാര പ്രതിഹാരാസ്, ഒന്ന് പാലാസ്, ഒന്ന് രാഷ്ട്രകൂടാസ്. ഈ 10ാമത്തെ ചാപ്റ്റർ രാഷ്ട്രകൂടനെ പറ്റിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റിനാണ് ഈ ട്രിപാർട്ടി സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ട്രിപാർട്ടി സ്ട്രഗിൾ ഇങ്ങനെ വഴക്ക് വരികയും പ്രതിഹാര കിങ് ഭയങ്കര കാര്യമായിട്ട് 8ാമത്തെ സെഞ്ചുറിയില് നാഗപട്ട ഈ കനൗജിന് സ്ഥലത്തിന്, നമുക്ക് ഇവിടെ കാശ്മീർ എക്സാമ്പിൾ പറയാണ്, നമ്മുടെ കാശ്മീർ, ജമ്മു കാശ്മീർ ആണ് ദ ബോൺ ഓഫ് കണ്ടന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അവർ പറയും അത് വേണം, അവർക്ക് വേണമെന്ന്. ഇന്ത്യ പറയും ഞങ്ങൾ വിട്ടു തരില്ല.
ഇത് സിമ്പിൾ മാറ്ററിൽ. അപ്പൊ പ്രതിഹാരാസ് അവിടെ അറ്റാക്ക് ചെയ്ത് നോർത്ത് ഇന്ത്യ പിടിച്ചു പടക്കുന്നു, കനൗജ് പിടിച്ചടക്കുന്നു. ഈ സമയത്തിൽ പ്രതിഹാര കിങ് പവർ പിടിക്കുകയും അതേസമയം ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രകൂട കിങ്ങുമായിട്ടും ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പര്യവസാനം എന്താണ്? പര്യവസാനത്തില് ഈ സക്സസ് ആയില്ല. കാരണം ഇതിലെ ഗുർജാര പ്രതിഹാരാസ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബോജ 1, അതായത് നാഗഭട്ടാടെ കൊച്ചുമകൻ ബോജ, അവൻ ട്രൈ ചെയ്യുന്നുണ്ട് പ്രതിഹാര പവറിനെ ഒതുക്കാനും കൺസോൾഡേറ്റ് ചെയ്യാനും. പക്ഷെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് തിരിച്ചും വരുന്നു. ഗുർജാര ഭൂമിയിലെ ജോധ്പൂർ മർവാർ ഉള്ള ഏരിയ തന്നെ അവര് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ താഴ്ചയ്ക്ക് എന്താ കാര്യം? ഡിക്ലൈൻ. ഈ പ്രതിഹാര ഡൈനാസ്റ്റി എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ആയത്? അവരുടെ റീസൺസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫ്യൂഡൽ ലോർഡ്സ് അവർ സ്വയമേ രാജാവായിട്ട് വാഴിക്കുന്നു. 2 ചാലൂക്യാസ്, ചാണ്ടാലാസ്, ചംഹാനാസ്, ഗഡവാഹനാസ്, പരമാരാസ്, കലച്ചാരീസ്, ഇതൊക്കെ ചെറിയ ചെറിയ ഫ്യൂഡൽ ലോർഡ്സ് ആണ്. ഇവര് എന്താ പറയച്ച പല രാജ്യങ്ങളിൽ കിടക്കുന്ന ഫ്യൂഡൽ ലോർഡ്സ് ആണ്. ഇവരെല്ലാരും സ്വന്തമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ അടിമയല്ല, ഞാൻ സ്വന്തം രാജാവായിട്ട് സ്വയമേ പട്ടാഭിഷേകം ചെയ്ത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ, ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നാൽ രാജ്യങ്ങൾക്ക് അത് തെറ്റായിട്ടുള്ള ഫ്ലെയർ ആണ് പോകുന്നത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാല് ആദ്യകാല രാജാക്കന്മാരെവിടെ രജപട്ട് സ്റ്റേറ്റ്സില് നോർത്ത് ഈസ്റ്റേണിലും വെസ്റ്റേണിലും ഇവിടെ മുസ്ലിം ഇൻവേഷൻസ് വരുന്നുണ്ട് നോർത്ത് നിന്ന്. അപ്പൊ മുസ്ലിം ഇൻവേഷൻസ് വരുന്നു. രജപുത്ത് ക്ലാൻസ് അവരെ പ്രൊട്ടക്റ്റഡ് ലാൻഡിലേക്ക് കയറുന്നു. അതാണ് നമ്മൾ ഈ പത്മാവതിയിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ആ പുതിയ ഹില്ലി റീജിയൻസിലും ഡെസേർട്ട് റീജിയൻസിലും വരുമ്പോഴത്തേക്കും അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുക. അതേസമയം രാജാവിന്റെ ജോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ്, പ്രിൻസസ്, അത് ചില സ്ഥലങ്ങളിൽ അവര് മാരേജ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാ സ്ഥലത്തും അത് നടക്കുന്നില്ല. സ്മോൾ പ്രിൻസിപ്പാലിറ്റീസിലുള്ളതിൽ അവരുടെ വെസ്റ്റേൺ പ്രിൻസിപ്പാലിറ്റി ഖേദിലും ബാർമറിലും മണ്ടൂറിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അബു രാജസ്ഥാനില്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലേറ്റർ രജപുട്സിന്റെ റൂളിംഗ് അത്രയും പെർഫെക്റ്റ് ആയില്ല, അല്ലെങ്കിൽ സ്ട്രോങ് ആയില്ല എന്നുള്ള അർത്ഥം. ഇനി റാത്തോസ് ആൻഡ് ബാട്ടീസ്, അതൊരു വേറൊരു ഗ്രൂപ്പാണ്. റാത്തോസ് ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ കൂടിയും അവര് ഖേഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നുള്ളതാണ്. രാജ പ്രതാപ് സിംഗ് ഗുലാഖാൻ 1398 മുതൽ 1423 സെഞ്ചുറി വരെ. ഇതിനു ശേഷം ഇവരുടെ റൂൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി വരുന്ന സ്ഥലങ്ങളുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നാഗ്പൂർ റീജിയൻ വരെ എത്തുകയും ബിക്കാനീറിൽ അവരെ എത്തുകയും ചെയ്യുന്നു. ഇതില് റാത്തോറിന്റെ റൂള് കുറെ കാലം കണ്ടിന്യൂ ചെയ്തു, അങ്ങയുടെ മരണം വരെ, റാവോ ഗംഗ. അതിനുശേഷം രാജസ്ഥാന്റെ രാജാവായിട്ട് വരുന്നത് വേറൊരു ഗ്രൂപ്പാണ് ബാട്ടീസ് എന്ന് പറയുന്നത്. ഈ ബാട്ടീസിന്റെ ഗ്രൂപ്പിൽ 12th സെഞ്ചുറിയിലെ മെയിൻ സെന്റർ ആക്ടിവിറ്റി ആയിട്ട് വന്നത് ജയ്സൽമാർ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ജയ്സൽമാറിലെ കോട്ടകളൊക്കെ ഉണ്ട്, സൗകര്യപ്പെട്ടാൽ എല്ലാരും പോയി കാണുക. പ്രോലിഫറേഷൻ എന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള രാജഭട്ട് ക്ലാൻസിന്റെ ഒരു ശ്രമം. അപ്പൊ ഇവിടെ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ഈ ഇന്റർ ക്ലാൻസിന്റെ വഴക്കും അവരുടെ ഡിസ്ട്രിബ്യൂഷനും അവരുടെ ഗവൺമെന്റും അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളവരെ ഇടിക്കാൻ തുടങ്ങി. കുറച്ചായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത് രജപുട്സിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും അവിടെ നമ്മൾ പറയുന്നത് അടിച്ചു പിടിച്ച് അടക്കുമ്പോഴത്തേക്കും രജപുറ്റൈസേഷൻ എന്ന് പറയും. ഓക്കെ. ഇനി മിലിറ്ററി സിസ്റ്റം അവരുടെ രജപുട്സിന്റെ വളരെ നേരത്തെ പറഞ്ഞതാണ് മിലിറ്ററി സിസ്റ്റം എന്തായിരിക്കും എന്ന്. കിങ് ആണ് ടോപ്പില്, അണ്ടർ ദ കിങ് അതർ
ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനും, അതേമാതിരി തന്നെ ഫ്യൂഡൽ ലോർഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇവർക്ക് ഗ്രാൻഡ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നതിന് ലാൻഡ് ഗ്രാൻഡും കൊടുക്കുന്നുണ്ട്. ഇനി കൗൺസിലുണ്ട്, ഒരു കൗൺസിൽ ഫോർമേഷൻ ചെയ്തിട്ട് ഈ കൗൺസിലുള്ള ആൾക്കാരാണ് ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കൊടുക്കുന്നത്. അതിൽ ഈ ഒഫീഷ്യൽസ് എല്ലാവരും ഫ്യൂഡൽ ടൈറ്റിൽ ഉള്ളവരാണ്. എന്നിട്ട് അവര് രാജാവിന് കമ്പൈൻഡ് ആയിട്ടാണ് ഹെറിഡിറ്ററി പൊസിഷനിൽ നിന്നാണ് ഈ ഫ്യൂഡൽ റാങ്ക് നോക്കുന്നതും. ഹെറിഡിറ്ററി എന്ന് വെച്ചാൽ അച്ഛനിൽ നിന്ന് പിന്നാലെ പോവുക. ഓക്കെ, പാരമ്പര്യം. അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഡിവിഷൻ, സബ് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. മണ്ഡലേശ്വരാസ്, മാധികാസ്, പേര്, ടൈറ്റിൽസ്. അതേമാതിരി ഈ ഇവർക്ക് അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും പഞ്ചകുലാസ് 5 പേര്. അവരുടെ വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും ആ വില്ലേജ് റൂൾ ചെയ്യുക. ഒഫീഷ്യലായിട്ട് അവരുടെ ഡെസിഗ്നേഷൻസ് പല ക്ലാനും പല വിധത്തിൽ മാറ്റുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്യൂറോക്രാറ്റിക് ഫ്യൂഡൽ ഇൻ ക്യാരക്ടർ. ബ്യൂറോക്രസി ഉണ്ട്, അതേസമയം ഫ്യൂഡലും ആണ്. രാജാവ് അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അടുത്ത ആള് വേറെ ആൾക്ക് കൊടുക്കുന്നു, അപ്പൊ അവിടെ ഫ്യൂഡൽ സിസ്റ്റം വന്നു. അത് മാത്രമല്ല ഇവര് വാറെടുക്കുന്നു. ഓരോ ഡൈനാസ്റ്റിയും ഓരോ കാലഘട്ടത്തിൽ ഓർഗനൈസ് ചെയ്ത് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ട്രൂപ്പിനെ ഉപയോഗിച്ച് ഓർഗനൈസേഷൻ ട്രൂപ്പ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഏറ്റവും വീക്ക്നെസ് ആയിട്ട് രജപുട്ട് മിലിറ്ററിയിൽ കാണുന്നത് അവരുടെ മിലിറ്ററി ടെക്നോളജി. ഈ ടർക്കിന്റെ മിലിറ്ററി ടെക്നോളജി, ടർക്കാണ് ഹൺസ് എന്ന് പറയുന്നത്. അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ടെക്നോളജി പഴയ ടെക്നോളജിയാണ്, ഹൺസിന്റെ മാതിരിയല്ല. കുതിരപ്പുറത്തുള്ള ഫൈറ്റൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആയുധങ്ങൾ അത്ര പോരാ. ഇത് കൂടാണ്ട് മെക്കാനിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാക്കാനായിട്ട് രജപുട്സ് യൂസ് ചെയ്തിരുന്നത് ഞാൻ ചിത്രം ഇട്ടിട്ടുണ്ട് പിന്നാലെ. ഹെവി സ്റ്റോൺസിന് വെച്ചിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് എറിയുന്ന ഒരു ടൈപ്പ്. പിന്നെ ഈ ഒരു മുള്ളുമാരിയുള്ള സാധനം, അതേമാതിരി മരമാരിയുള്ള സാധനം എടുത്ത് എനിമിയുടെ മേലെ ഇടുന്നു, കുറെ പേര് മരിക്കും. അങ്ങനത്തെ പുരാതനമായ ടെക്നിക്സ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത് രജപുട്സിന്റെ. അതാണ് വേറൊരു കാര്യം. പിന്നെ ഹിന്ദുസിനും അറബ്സിനും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കാണുന്നതും. നമുക്കത് ചിത്രത്തിൽ ഞാൻ കാറ്റപ്പിള്ളർ കൊടുത്തിട്ടുണ്ട്. രജപുട്ട് ഫോർട്ടും സ്ട്രോങ് ഹോൾഡ് എന്താന്ന് വെച്ചാൽ അവരുടെ ഫോർട്ടിനെ അവർ ഭയങ്കരമായിട്ട് സ്ട്രോങ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ആ കോട്ടകൾക്ക് വഴി താണ്ടി വരാൻ ഇത്തിരി പാടായിരുന്നു. പുറത്തു നിന്ന് വന്ന ഹൺസിനും മിലിറ്ററി ഇമ്പോർട്ടൻസിനും രജപുട്ട് റൂളേഴ്സിന് ഇത്തിരി സ്ട്രോങ് ആയിട്ട് അവരുടെ കോട്ടയും അവരുടെ ടെക്നിക്സും അതാണ് പഴയ ടെക്നിക്സ്. ഇത് രണ്ടുമാണ് അവർ. ഇതുമാതിരി പല ടൂൾസ് ഉണ്ട്. വലിച്ചെറിയുന്നു, ആ പേപ്പറിന്റെ അവിടെ കല്ലായിരിക്കും, എന്നിട്ട് അത് വലിയ വലിച്ചെറിയും. നിങ്ങൾ പത്മാവതി പിക്ചർ കണ്ടാൽ കാണാൻ പറ്റും അത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. അതില് രാഷ്ട്രകൂടാസ് ആണ്. ഈ രാഷ്ട്രകൂടയെ പറ്റി പറയുകയാണെങ്കിൽ 10ാമത്തെ ചാപ്റ്റർ ആണ് ഇത്. 750 മുതൽ 1000 സെഞ്ചുറി വരെ പാല എംപയർ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിപ്പാട്ടിന്ന്. അതിൽ പാല, പ്രതിഹാര ആൻഡ് രാഷ്ട്രകൂട ഇത് സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് മുഴുവനും ഏർലി മെഡീവൽ ഇന്ത്യൻ ടൈമാണ്, പീരീഡിനെ പറ്റിയാണ് പറഞ്ഞത്. ഡെക്കാൻ ആണ് ഏരിയ. രാഷ്ട്രകൂട എംപയർ മെയിൻ ആയിട്ട് ഡെക്കാൻ ഏരിയയിലാണ് വരുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പ് 10 സെഞ്ചുറിയിലുള്ളതാണ് നടന്നത്. നോർത്തും സൗത്തും പല സമയത്തും നോർത്തും സൗത്തും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡെക്കാൻ ഏരിയ മിഡിൽ പോയിന്റ് ആയിട്ട് വരും. പിന്നെ ഇവിടെ പവർഫുൾ ആയിട്ടുള്ള എംപയർ ആയിട്ട് നമുക്ക് ഇത് ഡെക്കാൻ എംപയർ ആയിട്ട് കാണുന്നുണ്ട്. കാരണം കണക്ടിങ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല അവരുടെ സ്റ്റെബിലിറ്റി, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഏത് ഏരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, എക്കോണമി, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ ഏരിയയിലാണ് ഇന്ത്യ ആ കാലഘട്ടത്തിൽ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് വെറുതെ ഇതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ഈ
ചാപ്റ്ററിൽ പരാമർശിച്ചു വരുന്നത് എന്ന് പറയുകയാണ് ഞാൻ. ഇനി ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ? വേർഡ് രാഷ്ട്രകൂട എവിടെ നിന്ന് വന്നു? രാഷ്ട്രത്തിനെ വിഭജിക്കുക, അതാണ് രാഷ്ട്രകൂട. രാഷ്ട്രം എന്ന് വെച്ചാൽ കിങ്ഡം, രാജ്യം. വിഭജിക്കുക, രാഷ്ട്രകൂട. ഇതില് രാജാക്കന്മാര് അവനവന്റെ ക്ലാസും പ്രോവിൻസും അനുസരിച്ചിട്ടാണ് അവര് ഇൻസ്ക്രിപ്ഷൻസ് ഉള്ളത് അനുസരിച്ചിട്ട് ഡൈനാസ്റ്റി മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു. രാഷ്ട്രകൂടാസ് നല്ല ഹൈ ഓഫീഷ്യൽസ് ആണ്, അല്ലെങ്കിൽ ചീഫാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇതില് രാഷ്ട്രകൂടത്തിൽ ലാറ്റൂഡ എന്നുള്ള ഒരു നോർത്ത് ഇന്ത്യയിലെ ഏരിയ ആണ്. അതുകൂടാണ്ട് രാഷ്ട്ര എന്ന് വെച്ചാൽ ഡൈനാസ്റ്റി എന്ന് പറയും. ഇന്ത്യൻ ഡൈനാസ്റ്റി, പ്രതിഹാര ഡൈനാസ്റ്റി അല്ലെങ്കിൽ ചാലുക്യ ഡൈനാസ്റ്റി എന്നുള്ള വിധത്തില് സൗത്ത് ഇന്ത്യയിലെ ചോള, ചേര, പാണ്ഡ്യൻ. ഓക്കെ, ഇനി എക്സ്പാൻഷൻ എങ്ങനെ ചെയ്തു അവര്? എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്കും അവരുടെ മിഡിൽ എക്സ്പാൻഷൻ ഇൻവോൾവ്മെന്റ് വാർ വഴിയാണ്. യുദ്ധം പ്രഖ്യാപിക്കുന്നു, പിടിച്ചടക്കുന്നു, മക്കളെ രാജാക്കന്മാരാക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു പോകുന്നു, അപ്പോഴത്തേക്കും രാജാവിന്റെ മകൻ രാജാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് അവര് വാറിൽ കൂടെയാണ് എക്സ്പാൻഷൻ നടന്നുകൊണ്ടത്. ബ്രാഞ്ചസ്, ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഈ രാഷ്ട്രകൂട എന്ന് വെച്ചാല് 2-3 ബ്രാഞ്ചസ് ഉണ്ട്. മനക്ക ഇൻ മെൽക്കന്റ്, പലവത ബാനർ, ഗൗഡലാച്ചാനം. വേറൊരു ഫാമിലി മധ്യപ്രദേശിലെ ബേട്ടൂൾ ഡിസ്ട്രിക്റ്റില്. ഇന്നൊരു ബ്രാഞ്ച് വന്നിട്ട് 4 ജനറേഷൻസും അവർ തന്നെ ഗൗഡസീൽ അല്ലെങ്കിൽ ആന്ത്രോളി ചാലോരി എന്ന് പറയും. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ജനറേഷൻസ് ഉണ്ട്. കാർക്ക ഫസ്റ്റ്, അങ്ങേരുടെ മകൻ ധ്രുവ, ധ്രുവന്റെ മകൻ ഗോവിന്ദ, ഗോവിന്ദയുടെ മകൻ കാർക്ക 2. അങ്ങനെ ഈ പരമ്പരകൾ പൊയ്ക്കൊണ്ടുവന്നു. ദണ്ഡി ദുർഗ ആണ് ഈ ഇമ്പീരിയൽ രാഷ്ട്രകൂട ലൈനിന്റെ ഫൗണ്ടർ, തുടക്കക്കാരൻ ദണ്ഡി ദുർഗ. ഇനി ദണ്ഡി ദുർഗ എങ്ങനത്തെ ഉള്ള ആളായിരുന്നു? ദണ്ഡി ദുർഗയുടെ സ്ട്രോങ് ആയിട്ട് റൂളറാണ്. വളരെ ലോങ് റൂളിങ് ചെയ്ത മനുഷ്യനാണ്. എല്ലോറ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് ഇതിനെ പറ്റി അറിയുന്നത് നമ്മള്. പ്രതിവല്ലഭ, കാകവല്ലഭ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ, കാരണം ഈ ടൈറ്റിൽസ് ആണ് ഇത്, പ്രതിവല്ലഭ എന്നൊക്കെ. പിന്നെ ലാത്ത ആൻഡ് മാൽവയിലും വളരെ കാര്യമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതേസമയം ആ കാലഘട്ടത്തിൽ അറബ് ഇൻവേഷൻ വരുന്നു. ആ അറബ് ഇൻവേഷനെ ദണ്ഡി ദുർഗ നല്ല വിധത്തിൽ ഫേസ് ചെയ്യും, കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ആ സ്ട്രോങ്. അതുകൊണ്ടാണ് നമ്മൾ ദണ്ഡി ദുർഗ ഭയങ്കര സ്ട്രോങ് റൂളർ ആണെന്ന് പറയുന്നത്. ദണ്ഡി ദുർഗ കാഞ്ചി അറ്റാക്ക് ചെയ്തു. കാഞ്ചിയുടെ ക്യാപിറ്റലായ പല്ലവാസിന്റെ ക്യാപിറ്റലായ കാഞ്ചി അറ്റാക്ക് ചെയ്തു, പിടിച്ചെടുത്തു. അതിനുശേഷം അലയൻസ് വെച്ചു. നന്ദിവർമ്മൻ പല്ലവ മല്ലൻ എന്നുള്ള മാരേജ് മുഖാന്തരം ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. മൊണാർക്ക് എന്നുള്ള ലെവൽ, രാജാവ് എന്നുള്ള നിലയിൽ ദണ്ഡി ദുർഗ വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്റ്റൻഷൻ ചാലൂക്യയിൽ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ എംപറർ എന്നുള്ള വിധത്തിൽ നല്ല മനസ്സിൽ, ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ഇത് പക്ഷെ ഈ ചാലൂക്യൻ എംപയറിന്റെ രാജാവായ കീർത്തിവർമ്മൻ കാരണം ഇതിവിടെ പോകുന്നു. ഇനി സാമന്ത ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്താ വെച്ചാല്, ദണ്ഡി ദർഗേനെ ചാലൂക്യ റൂളർ ബദ്നാമി എന്നുള്ള ഗ്രൂപ്പിന്റെ ചാലൂക്യ റൂളർ കീർത്തിവർമ്മൻ രണ്ടാമൻ ഡിഫീറ്റ് ചെയ്ത് പോകുന്നു. ഇനി കീർത്തിവർമ്മന്റെ എന്തുകൊണ്ടാണ് കൃഷ്ണരാജ വന്നത്? ദണ്ഡി ദുർഗ മക്കളില്ല. അപ്പോ മക്കളില്ലാണ്ട് മരിച്ചു പോകുമ്പോഴത്തേക്കും, മക്കളില്ലാന്ന് വരുമ്പോഴത്തേക്കും അവിടെ ഒരു എറോസ് വരും. അങ്കിളും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും തമ്മിലുള്ള ഫൈറ്റില്, ആ ഫൈറ്റ് അല്ല, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, കൃഷ്ണരാജ 1 ആണ് അടുത്ത രാജാവായിട്ട്. ദണ്ഡി ദുർഗയ്ക്ക് ശേഷം മക്കളില്ലാത്തതുകൊണ്ട് കൃഷ്ണരാജ 1 ആണ് രാജാവുന്നത്. അപ്പോൾ പുള്ളി കൃഷ്ണരാജ 1 സബ്ദുഗംഗ എന്നുള്ള ഹൈ ഇൻ പ്രോസ്പെരിറ്റി,
അല്ലെങ്കിൽ പേരുകൾ, ടൈറ്റിൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നാമനിർദ്ദേശനം, ഇൻസ്ക്രിപ്ഷൻ ഓഫ് കൃഷ്ണരാജ 772 പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് റെയിനർ, ഹൈ ഇൻ പ്രോസ്പെരിറ്റിയിൽ കൃഷ്ണരാജാവിനെ പറ്റി പരാമർശിക്കുന്നു. ഇതിനുശേഷം ഈ രാഷ്ട്രകൂട കിങ്ഡം എല്ലാ വിധത്തിലും അണ്ടർ കൃഷ്ണരാജന്റെ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തേക്കും വലിയതായിട്ട് പരാമർശിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഷൻ ചെയ്ത് സദേണിലേക്കും വരുന്നുണ്ട്. ഗംഗാ കിങ്ഡം വരെ അങ്ങയുടെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതിനുശേഷം അങ്ങയുടെ മകനായ യുവരാജനും കൂടെ ആയ ഗോവിന്ദ വന്ന് വിക്രമാദിത്യ ഫസ്റ്റിന് വെങ്കൈ ബ്രാഞ്ച്, ചാലൂക്യ രാജാവായ വിക്രമാദിത്യ ഫസ്റ്റിന് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ യുവരാജാവാണ് ഗോവിന്ദൻ വളരെ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്ത് ചാലൂക്യ റൂളറായ വിക്രമാദിത്യക്ക് അടങ്ങിക്കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. കൃഷ്ണരാജ മരിക്കുന്നു. ആ സമയം 772 മുതൽ 775 വരെ അത് അടുത്ത കിരീട അവകാശിയായ യുവരാജാവ് എന്ന് വെച്ചാൽ യുവത്വത്തിലുള്ള യങ്, ദ പ്രിൻസ് ഹെയർ അപ്പാരന്റ്, അതാണ് അതിന്റെ അർത്ഥം. ഗോവിന്ദ 2 പദവി എടുക്കുന്നു. ഇനി ഗോവിന്ദ 2 പദവി എടുത്ത ശേഷം പല വിധത്തിലുള്ള ടൈറ്റിൽസ് എടുക്കാണ്. പ്രഭുവർഷ, വിക്രമ വാൽഗ, ഇതൊക്കെ ഓരോ പ്ലേറ്റിലും എഴുതിയിട്ടുണ്ടാകും അവരുടെ നാമങ്ങൾ ഓരോ വിക്ടറിക്ക് ശേഷം. ആൻഡ് ഇതില് ഇങ്ങനെ വന്ന ശേഷമാണ് ഈ ഗ്രാൻഡ് ഒക്കെ കൊടുക്കുന്നത് കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. സിവിൽ വാർ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തിനു ബിറ്റ്വീൻ ഈ ധ്രുവ എന്ന് പറയുന്നത് മകനാണ്, പക്ഷെ യങ്ങർ ബ്രദർ ധ്രുവയും അവിടെ വഴക്ക് ഉണ്ടാക്കുന്നു, എനിക്ക് സ്ഥാനം കിട്ടണമെന്ന്. നാസിക്കിന്റെയും കാണ്ടേഷിന്റെയും ഗവർണേഴ്സ് ആണ് അവര്. അപ്പൊ ഈ രണ്ട് വാറ് ബിറ്റ്വീൻ 2 ബ്രദേഴ്സ് തമ്മില് വാറ് കാണുമ്പോഴത്തേക്കും ഗോവിന്ദയ്ക്ക് വല്ലാണ്ട് ഒരു 2 വിഷമം വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറ്റുക, പല്ലവ റൂളർ ഓഫ് കാഞ്ചി, ഗംഗാ കിങ് ആൻഡ് കിങ് ഓഫ് വെങ്കൈ കാഞ്ചീപുരം. അപ്പൊ ഇവർ പരസ്പരം കൂടുകയും, ഇത് ട്രഡീഷണലായിട്ട് സാധാരണ നടക്കാറുള്ളത്. രാഷ്ട്രകൂട രാജാക്കന്മാരെ ഡിഫീറ്റ് ചെയ്ത് അവർ സന്ധി ചേർന്ന് ഡിഫീറ്റ് ചെയ്ത് ധ്രുവ തിരിച്ച് പൊസിഷനിലേക്ക് വരുന്നു, അവരുടെ സഹായ സഹകരണങ്ങളോട് കൂടെ. ഇനി ഗോവിന്ദ 3 അതാരാണ്? ധ്രുവ എന്താ ചെയ്ത വെച്ചാല്, ആരൊക്കെയാണോ ഗോവിന്ദ 2 സിവിൽ വാറിൽ സഹായിച്ചത് അവരെയൊക്കെ ഗോവിന്ദ 3 ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യാൻ തുടങ്ങി. അവന്റെ യങ്ങർ ബ്രദറും ആൻഡ് ഏബിൾ സണ്ണുമായ ഗോവിന്ദ 3, യങ്ങർ ബ്രദറുമാണ്, അതേമാതിരി ഏബിളസ്റ്റ് സണ്ണു കൂടിയായ ഗോവ 3നെ ലൈഫ് ടൈമില് എംപറർ ആക്കി വാഴിക്കുന്നു. ഗോവിന്ദ 3 വന്ന ശേഷം ഏറ്റവും ഗ്രേറ്റസ്റ്റ് പീരീഡ് ആ സമയത്താണ് നമുക്ക് കാണുന്നത് രാഷ്ട്രകൂടയില്. ആ പല വിധത്തിലുള്ള ടൈറ്റിൽസ് എടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രോമിനന്റ് ഇൻ ദ വേൾഡ്, ജഗത് ദുംഗ, കീർത്തി നാരായണന്റെ നാരായണ ദൈവത്തിനോട് എക്സ്പെക്ട് ചെയ്യുന്നത്, ഫേവറേറ്റ് ഓഫ് ദ പീപ്പിൾ, ജനവല്ലഭ, പിന്നെ പ്യുവർ ഇൻ 3 വേൾഡ്, ഏറ്റവും ഈ ത്രിഭുവന എന്ന് വെച്ചാൽ ത്രിലോകത്തിലെയും വല്ലഭൻ, പ്രതിവർഷ, അബൻഡൻ റെയിനർ, ഏറ്റവും നല്ല രാജാവ് എന്നുള്ള അർത്ഥത്തിലുള്ള പലവിധ പേരുകൾ എടുക്കുന്നു. ഇനി ഗോവിന്ദ 3 റെബലിയസ് ആകുകയും എൽഡർ ബ്രദേഴ്സിന്റെ കൂടെ റെബലിയസ് ആവുന്നു. നോർത്തില് സക്സസ്ഫുൾ ആയ ഒരു എക്സ്പെഡീഷൻ വരുന്നുണ്ട്. നാഗഭട്ട, കനൗജിന്റെ പഴയ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കനൗജിന്റെ അവിടെ നിന്ന് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അപ്പൊ കലിംഗ, വെങ്കായ്, ദാല ആൻഡ് ഒറാക്ക, ഗോവിന്ദ 3 മൂന്നാമൻ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സൗത്തിലേക്ക് തിരിഞ്ഞു. ഇതില് സഞ്ജനായിട്ടുള്ള എഴുത്തിൽ പറയുന്നത് ഗോവിന്ദ 3 ഈവൻ കേരള വരെ വന്നു എന്നാണ്. ടെറിഫൈ ചെയ്തു കേരള പാണ്ഡ്യനെയും ചോള കിങ്ങിനെയും. അങ്ങനെ അത്രത്തോളം
സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന രാജാവാണ് ഗോവിന്ദ 3. ഇനി അമോഘ വർഷ 1 ഒന്നാമൻ, ഇത് ഗോവിന്ദയുടെ സക്സസറും സണ്ണാണ്, ആദ്യത്തെ മോനാണ് അമോഘ വർഷ 1. അപ്പോൾ ഫാദർമാരിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രകൂട മോണാർക്കാണ് അമോഘ വർഷ 1. 68 കൊല്ലം ഭരിച്ചു, അതുകൂടെ ദിഗ്വിജയം ചെയ്തു. അത് മാത്രമല്ല ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ എല്ലാത്തിലും സകല കലാവല്ലഭൻ. പിന്നെ 3 ടൈറ്റിൽസ് നല്ല നല്ല ടൈറ്റിൽസ് എടുക്കുന്നുണ്ട്. നൃപർവന്ന, എക്സോൾട്ടഡ് എമംഗ് കിങ്സ്, അഷ്ടിവൈദ്യ, വണ്ടർഫുൾ, വൈറ്റ് ഇൻ കോണ്ടാക്ട്, നല്ല ക്യാരക്ടർ ഉള്ളത്, മഹാജനപദ, ബെസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് കിങ്സ്, ഏറ്റവും നല്ല രാജാവ്, വീരനാരായണ, എന്റെ അർത്ഥം ഹീറോയിക് നാരായണൻ ഭഗവാൻ നാരായണന്റെ ഈക്വൽ ആയിട്ടുള്ള വീരനാരായണ. അപ്പൊ ഇവിടെ അമോഘ വർഷന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? ബിൽഡറാണ്, നല്ല ബിൽഡറാണ്, റിലീജിയസ് ആണ്, റിലീജിയസ് ട്രഡീഷൻസ് നോക്കുന്നുണ്ട്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് എഴുതുന്നുണ്ട്, പേട്രൺ എല്ലാവിധ ഗ്രന്ഥകർത്താക്കൾ എഴുതുന്നുണ്ട്, അതിപുരാണം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല റിലീജിയസ് മാൻ എന്നുള്ള പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ജൈനിസത്തിനെയും ബ്രാഹ്മണിക്കലിനെയും രണ്ടിനെയും ഒരേമാതിരി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, പെർഫോം ചെയ്യാനുള്ള പ്രൊമോട്ട് ചെയ്യുന്നു. ജൈനിസം ഹിന്ദു മതമാണ്, ബ്രാഹ്മണിക്കലാണെങ്കിലും അവിടെ പ്രൊമോട്ട് ചെയ്തു. അത് മാത്രമല്ല അവര് ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഈ ഇങ്ങേരെ പറ്റിയിട്ടുള്ള പരിണാമങ്ങൾ, പരാവർത്തനം നമുക്ക് ക്യാപിറ്റൽ സിറ്റിയിലെ മനക്കത്തയില് കാണുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിന്, ഇന്ദ്രന്റെ രാജ്യത്തിന് സമമായ വിധത്തിൽ കെട്ടിടം കെട്ടി അല്ലെങ്കിൽ രാജ്യം കെട്ടി ഉണ്ടാക്കി ഭരിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇനി അടുത്തതായിട്ട് വരുന്ന കൃഷ്ണ 2 എന്ന് പറയുമ്പോഴത്തേക്കും അമോഘ വർഷ മരിച്ചിട്ട് കൃഷ്ണ 2 മകനാണ് 879 എടുക്കുന്നത്. ആ കൃഷ്ണ 2 എടുത്ത ടൈറ്റിൽസ് അകലവർഷ ആൻഡ് ശബ്ദുദുംഗ. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടെയും ആ ലേറ്റർ വൈസ്രോയി ആയിരുന്നു, അത്ര പോരാ കൃഷ്ണ 2. പക്ഷെ എന്നാലും വെങ്കിയും ചോളാസും പിടിച്ചെടുക്കാൻ പറ്റി, പക്ഷെ ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പോ അങ്ങേരുടെ എഫിഷ്യൻസി മോശമായതുകൊണ്ട് അടുത്ത അങ്ങേരുടെ മകനായ ഇന്ദ്ര 3 915 രാജാവായിട്ട് വാഴുന്നു. ഇന്ദ്ര 3ന്റെ ടൈറ്റിൽസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ രാഘവ, പിന്നെ രമതൊങ്ക, കീർത്തി നാരായണ. അമോഘ വർഷ ഫസ്റ്റിന്റെ ഗ്രാൻഡ് സൺ ആണ് ഇന്ദ്ര 3. അപ്പൊ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ രാഷ്ട്രകൂട ഫോഴ്സസ് ലാത്തായും മാൽവയും നോർത്ത് ഇന്ത്യയില്, ഗുജറാത്തിലും, അവിടെ നിന്ന് അത് കൽപ്പി വരെ കൊണ്ടുവരികയും കനൌജിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് അത് ത്രിത്രോൺ തിരിച്ചു പിടിക്കാൻ സാമർഥ്യമായിട്ട് നോക്കുകയും അത് ഇന്ദ്രന്റെ കഴിവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ മഹിപാലയെ ഡിഫീറ്റ് ചെയ്തു തോൽപ്പിച്ച ശേഷം അങ്ങനെ കനൌജ് 1915 ഇന്ദ്ര മൂന്നാമൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ റൂളറാണ് ഇവരുടെ ചരിത്രത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം വരുന്നു ഗോവിന്ദ 4. ഇന്ദ്രന്റെ റെയിൻ കഴിഞ്ഞൊരു ക്ലോസ് ആവുമ്പോഴത്തേക്ക് 1927 അങ്ങേരുടെ മകനായ അമോഘ വർഷ 2 രാജാവായിട്ട് ഒരു കൊല്ലം വാഴുന്നു. അതിൻ്റെ ഇടയില് ബന്ദ ഗ്രാൻഡില് എന്താ പറയാ വെച്ചാല് യങ്ങസ്റ്റ് ബ്രദർ അമോഘ വർഷയുടെ ബ്രദറാണ് ഗോവിന്ദ 4. അങ്ങേർക്ക് സ്ഥലം വേണം, രാജ്യം വേണം എന്നുള്ള കോർണേഷൻ ചെയ്യും, അതിന് കൊടുക്കുകയും ചെയ്യുന്നു. ഗോവിന്ദ 4 വേറെ ടൈറ്റിൽസ് സുവർ ഗവർഷ, റെയിനർ ഓഫ് ദി ഗോൾഡ്, പൃഥുവർഷ, ഇങ്ങനെ 4-5 ടൈറ്റിൽസ് ഗോവിന്ദ 4നും കിട്ടുന്നുണ്ട്. അമോഘ വർഷ 3 അടുത്തത്. അമോഘ വർഷ 3 നല്ല രാജാവായിരുന്നെങ്കിലും പക്ഷെ ത്രോണിന്റെ ഫ്യൂഡേറ്ററിന്റെ കൺട്രോളിലായിരുന്നു. അപ്പൊ ഇത് കാരണമാണ് ഗോവിന്ദ 4ന്റെ ഡിത്രോൺമെന്റ് വരേണ്ടി വന്നതും ക്രൗൺ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നതും അതുകൊണ്ടാണ്. അമോഘ വർഷ 3 വളരെ 5 കൊല്ലമേ ഭരിച്ചിട്ടുള്ളൂ.
പീസ്ഫുൾ രാജാവായിരുന്നു. പക്ഷെ റിലീജിയസ് മൈൻഡ് കാരണം ടേൺ ആയിപ്പോയി. പ്രൊമോഷൻ രാജ്യത്തിലുള്ള എല്ലാരെയും അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തു. ബ്രാഹ്മിൻസിന് സ്ഥലം കൊടുത്തു, ലാൻഡിന് ടെമ്പിൾസിൽ സ്ഥലം കൊടുത്തു. സണ്ണും യുവരാജാവായ കൃഷ്ണ ത്രീനെയാണ് എല്ലാ കാര്യങ്ങളും കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഹി വാസ് എ ഗ്രേറ്റ് സോൾജർ. അത് മാത്രമല്ല ബ്രദറിലോ ബുട്ട്കയുടെ കൂടെ ചേർന്ന് രാഷ്ട്രകൂടന്റെ ആംസിൽ കൂടി കൺഫ്യൂസ് ചെയ്യുകയും വെങ്കി കിങ്ഡം കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി കൃഷ്ണ ത്രീനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൂളറാണ്, ബ്രില്യൻ്റ് റൂളർ. അപ്പോൾ ഈ കൃഷ്ണ ത്രീ പരമാര മാൽവയിലും ഈസ്റ്റേൺ ചാലൂക്യ വെങ്കിയടുത്തും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്. കാര പ്ലേറ്റ്സിൽ ഇതിനെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മേൽപ്പാടിയിൽ നോർത്ത് ആർക്കോട്ട് ഡിസ്ട്രിക്റ്റില് ഒരു ഫൈറ്റ് ചെയ്തതായും അതിനുശേഷം മിലിറ്ററി കോൺക്വസ്റ്റ് കഴിഞ്ഞ് ചോള റൂളർ തഞ്ചാവൂർ വരെ വന്നു. തഞ്ചാവൂരില് പ്രതിഹാരനെ കണ്ടു അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഭാഗം എടുത്തിട്ട് ബാക്കി തിരിച്ച് അവർക്ക് സർവൻ്റ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം പുള്ളി അവിടെ നിന്ന് കൃഷ്ണാത്രി രാമേശ്വരം പോകുന്നു. രാമേശ്വരം പിടിച്ചടക്കുകയും രാമേശ്വരത്ത് ഒരു പില്ലർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, പില്ലർ ഓഫ് വിക്ടറി. അപ്പൊ അത്രത്തോളം എക്സ്പാൻഷൻ അവര് രാമേശ്വരം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ക്ലോസർ ടു തിരുച്ചി എഡ്ജ്, അതായത് രാമേശ്വരം ഭാഗം തമിഴ്നാട്, അവിടെ പില്ലർ ഉണ്ടാക്കുകയും ടെമ്പിൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണുന്നത് കോട്ടിങ്ക. അപ്പൊ അങ്ങയുടെ മരണശേഷം ഒരു ചെറിയ യൂണിറ്റ് സക്സസറായ ഹാഫ് ബ്രദർ, സ്റ്റെപ്പ് ബ്രദർ വേണമെങ്കിൽ പറയാം, പുള്ളിയാണ് രാജ്യഭാരം എടുക്കുന്നത് കോട്ടിക. അപ്പൊ രാഷ്ട്രകൂട ക്യാപിറ്റലായ അതിനെ പ്ലണ്ടർ ചെയ്ത് ബേൺ ചെയ്ത് പരമാര കിങ്സും ബാക്കിയുള്ള എംപറേഴ്സും ഈ മണികട്ട സ്ഥലത്തിനെ പിടിച്ചെടുക്കാൻ വരികയാണ്. ഇവിടെ കാർക്ക 2 അല്ലെങ്കിൽ ഈ കോട്ടിക വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടികനെ ഫോളോ ചെയ്യുന്ന രാജാവാണ് അല്ലെങ്കിൽ കോട്ടികയ്ക്ക് ശേഷം വന്ന രാജാവിന്റെ പേരാണ് കാർക്ക 2. അപ്പോ ഇതിനെയും ഈ കാർക്ക 2വിനെയും തഹില ചാലൂക്യ ഗവൺമെന്റ് അടിച്ചോടത്ത് കൊണ്ടുപോകുന്നു. ഇനി ഡിസിൻറ്റഗ്രേഷന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് കാരണങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. അഹ്വാല തലവസിനെ ഈ ഫ്യൂഡേറ്ററീസ് ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടും കൃഷ്ണന്റെ ഡെത്തിന് ശേഷം കാർക്ക വന്നതും ഇൻഡിപെൻഡന്റ് ആയിട്ട് മോണാർക്ക് വന്നതും ഒന്നും സുഖമായിട്ടുള്ള വെസ്റ്റേൺ ചാലൂക്യക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണങ്ങൾ ഈ ഡിസിൻറ്റേഷനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ തലിവരച്ച രാഷ്ട്രകൂട എംപയർ കണ്ടിന്യൂസ് ആണ് വാർ. ഈ വാറ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. രാജ്യത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻഡിപെൻഡന്റ് മോണാർക്കായിട്ട് സ്വയം ഫൗണ്ടേഷൻ ചെയ്യുന്നു. പ്രതിഹാര ചാലൂക്യാസ് പല്ലവാസിന്റെ കണ്ടിന്യൂസ് ഫൈറ്റ് വേറൊരു കാരണം. കൃഷ്ണ ഗുഡ് രാജാവായിരുന്നു, ഗുഡ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങേരെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാ വെച്ചാൽ എല്ലായിടത്തും അഡ്മിനിസ്ട്രേഷൻ ഒരേ മാതിരി തന്നെയാണ് വരുന്നത്. രാജാവ് റൂളർ കൊടുക്കും, അവിടുന്ന് പോകുന്നു. കിങ്ങിന്റെ പൊസിഷൻ ഓൾവേസ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ രാജാവിനെ ബാക്കിയുള്ള കൗൺസിൽസ് ആണ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും രാഷ്ട്രകൂടത്തിലും രാഷ്ട്രത്തിനെ പ്രോമിൻസ് ചെയ്ത്, ഇത് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ്, രാജാവ് ടോപ്പ് ലെവലിൽ ബാക്കിയുള്ളവർ കൺട്രോൾ ചെയ്യും. രാഷ്ട്രപതി എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ ഗവർണർ പൊസിഷനിൽ വരുന്നു. അവരെ സഹായിക്കുന്നതാണ് രാഷ്ട്ര മഹാമാത്രാസ്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്. എംപയറിനെ പല വിധത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പല ആൾക്കാരുടെ കയ്യിൽ കൂടിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് രാജാവ്. ഈ വാസൽ കിങ്സ് അവര് ഒക്കേഷൻ വരുമ്പോൾ അവർക്ക് രാജാവിന് വേണ്ട കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കും. ആർമീനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പല വിധത്തിലുള്ള രാഷ്ട്രകൂട ആർമിയിൽ വളരെ കാര്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള സോൾജേഴ്സ് ഇല്ല, പക്ഷെ എന്നാലും അവർക്ക് ഭരിക്കാൻ പറ്റും. ഈ വില്ലേജ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്, അതിന് ടാക്സ് ഫ്രീ ലാൻഡ് ആയിട്ട് കൊടുക്കുന്നു. ഹെഡ്മാൻ ആണ് നോക്കുന്നത്, വില്ലേജ് ഹെഡ്മാൻ ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് രാജാവിന് പകരം. ടൗൺസിലും ഇതേ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പെറ്റി ചെറിയ ചെറിയ ആൾക്കാർ, പൊളിറ്റിയും റിലീജിയനും രണ്ടും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. റിലീജിയനും പൊളിറ്റിക്സുമായിട്ട് എല്ലാവിധ റിലീജിയസ് ഹെൽപ്പും അവർ കൊടുത്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഹെൽപ്പും ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാർ. എല്ലാവിധ ഹിന്ദുയിസം ജൈനിസം ഒക്കെ വന്നിരുന്നു. ലിറ്ററേച്ചർ വഴിയും അവര് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇത് അറിയാന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന
ലിറ്ററേച്ചർ റൈറ്റിങ്സ് വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി സൊസൈറ്റി വഴി എന്താന്ന് വെച്ചാൽ രാഷ്ട്രകൂടക്കാര് കാസ്റ്റ് സിസ്റ്റം, 4 കാസ്റ്റ് സിസ്റ്റം കൂടാണ്ട് ഇവിടെ ചെറു കാസ്റ്റ് സിസ്റ്റങ്ങൾ, അൺടച്ചബിൾസ് കണ്ടിരുന്നു, ഷൂ മേക്കേഴ്സ് കണ്ടിരുന്നു, സ്ത്രീകളുടെ ഉണ്ടായിരുന്നു, വൈശ്യാസ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ ഫെസ്റ്റിവൽസ് സ്ത്രീകൾ അത്ര മോശമല്ലെങ്കിലും കുറച്ച് സ്ഥാനം അവർക്ക് കിട്ടിയിരുന്നു. നന്ദി, നമസ്കാരം.